പൂച്ചയ്ക്ക് ഒരു ധാരണയുണ്ട്. താൻ പാൽ കുടിക്കുന്നത് മറ്റാരും കാണുന്നില്ല എന്നുള്ളൊരു ധാരണ. അതേപോലെ ഇന്ന് തട്ടിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റികളിൽ കൂടിയാണ്. സ്വന്തമായി സ്വന്തം കയ്യിൽ നിൽക്കത്തക്ക വിധത്തിൽ തനിക്ക് ഏറ്റവും വേണ്ടത്തക്കവരെയും താൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരെയും തൻ്റെ കയ്യിൽ നിൽക്കത്തക്ക വിധത്തിൽ ഒതുങ്ങി നിൽക്കാവുന്ന തരത്തിൽ ഒരു 7 മെമ്പേഴ്സിനെ ചേർക്കുന്നു. അത് കമ്മിറ്റി കൂടുന്നതോ ഒന്നുമല്ല. 7 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ചിലപ്പോൾ ഈ 7 പേരെ ചിലർ അറിയില്ലായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞും കൊണ്ടായിരിക്കാം. 7 മെമ്പേഴ്സിനെ ചേർത്ത് ഒരു ഭരണസമിതി ഉണ്ടാക്കി ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു. ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ച് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്ട്രേഷൻ സംഘടനയ്ക്ക് ലഭിക്കുന്നു. അത് വെച്ച് നിയമാനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ശേഖരിക്കുന്നു. ഇൻകം ടാക്സ് എക്സംപ്ഷൻ, FCRA എല്ലാം സംഘടിപ്പിക്കുന്നു. തൻ്റെ സ്വന്തം എഫക്റ്റ് കൊണ്ട് വിദേശങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും തുടങ്ങി എല്ലാ ഗവൺമെൻറ്റുകളുടെയും ഫണ്ടുകൾ ഈ സംഘടനയുടെ പേരിൽ സ്വരൂപിക്കുന്നു. താൻ ഒരാൾ ഒറ്റയ്ക്ക് ഡയറക്ടറോ പ്രസിഡൻറ്റോ സെക്രട്ടറി ആയിക്കൊണ്ട് ഈ ഫണ്ടുകളെല്ലാം സ്വന്തം സമ്പാദ്യമായി നിലനിർത്തുന്നു. അത് ഭൂമികൾ വാങ്ങിക്കൂട്ടും, കെട്ടിടങ്ങൾ വയ്ക്കും, ആ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നേടാവുന്ന കോളേജുകളും സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സംഘടിപ്പിക്കും. അതിനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ആ സംഘടന വഴി നേടാവുന്നതെല്ലാം സ്വന്തമായി നേടുന്നു. ഗവൺമെൻറ്റും നാട്ടുകാരും എല്ലാവരും ധരിച്ചിരിക്കുന്നത് ജനകീയ കമ്മിറ്റി എന്നാണ്. എന്നാൽ അതൊരു ജനകീയ കമ്മിറ്റി അല്ല, ഇന്ത്യയുടെ കീഴിലാണ്, സ്വന്തമായി നടത്തുന്നു. അത് നിയമം അനുസരിക്കുന്നില്ല. അത് നിയമവിരുദ്ധമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിനല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ജാതിയിൽ പല മതത്തിൽപ്പെട്ട നാട്ടിലെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു സംഘടനയാണ് ഒരു ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രവർത്തനമോ നേരെ തിരിച്ചാണ്. അത്തരത്തിൽ ഫണ്ടുകൾ ശേഖരിച്ച് ഭൂമികൾ വാങ്ങിക്കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഉണ്ടാക്കാവുന്ന എല്ലാ രീതിയും സംഘടിപ്പിച്ച് ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും കബളിപ്പിച്ച് സമ്പാദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതൊരു ജനകീയ കമ്മിറ്റി അല്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ ചെല്ലണം. പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ ഗവൺമെൻറ് ഒരു സ്റ്റാഫോ ആരെങ്കിലും
ഈ സംഘടനയിൽ ജോയിൻ്റ് ആവണം, കമ്മിറ്റി മെമ്പേഴ്സിൽ പെടണം. അങ്ങനെ പെടാതെ വരികയാണെങ്കിൽ ഇത് അഴിമതി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഗവൺമെൻറ്റിൻ്റെ മെമ്പേഴ്സ് ആരെങ്കിലും ഈ സംഘടനയിൽ ഇനി ഇപ്പോൾ 50, 60, 100 വർഷമായിട്ട് 1954 മുതൽ 55 മുതൽ ഈ ആക്ട് നിലവിൽ നിൽക്കുകയാണ്. ഇനി ഈ സംഘടന വർഷം പുതുക്കണമെന്നുണ്ട്. ഇനി എങ്കിലും പുതുക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാഫ് ഇതിൽ പെടണം. വാർഡ് മെമ്പർ ഉൾപ്പെടണം, നിർബന്ധമാണ്. പഞ്ചായത്തിൻ്റെ ആരെങ്കിലും ഉൾപ്പെടണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആരെങ്കിലും സ്റ്റാഫിൽ ഉൾപ്പെടണം. 2 പേരെങ്കിലും 2-3 പേരെങ്കിലും ഗവൺമെൻറ് ആയിട്ടുള്ള ആൾക്കാർ വന്നു, എന്നാലേ ഇത് പൊതു സംഘടനയാവുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന ഫണ്ടുകൾ മുഴുവനും സ്വന്തമായിട്ട് ഉപയോഗിക്കാനും സ്വന്തമായി തീരുമാനിക്കാനും സ്വയം ഡയറക്ടറും പ്രസിഡൻറ്റും സെക്രട്ടറി ആകാനും ഒക്കെ സാധിക്കുന്നു. വലിയ അഴിമതിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്നത്. ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നില്ല? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമ്മുടെ അറിവിൽ ധാരാളം അഴിമതികൾ പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫീൽഡ് ശ്രദ്ധിക്കുന്നില്ല. ഇൻകം ടാക്സുകാർ അവരെ പറ്റിക്കുന്നു എന്ന് ഇൻകം ടാക്സ് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ കാണിക്കുന്ന ഒരു തട്ടിപ്പ്, അവർ ആ സംഘടനയുടെ പേരിൽ അല്ലെങ്കിൽ സ്വന്തമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ സംഘടനയുടെ പേരിൽ ധാരാളം ഫണ്ടുകളും സ്വത്തുക്കളും ഒക്കെ സമ്പാദിച്ചിട്ട് പുറമേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നാട്ടുകാരെ കൊണ്ടുവരും സംഘടന രൂപീകരിക്കുന്നു. അങ്ങോട്ട് സംഭാവനകൾ ചെയ്ത് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ഈ ഇൻഡിവിജ്വൽ സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാർ അതിൽ അംഗങ്ങളാകുകയും ചെയ്യുന്നു. എന്നിട്ട് മുൻതലയിൽ മുന്നിൽ അവർ നിന്ന് അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്ത് സംഘടന തുടരുകയും ചെയ്യരുത്, എന്നാൽ ഞാൻ ചെയ്തിരിക്കുന്ന അഴിമതി ആരും അറിയുകയും ചെയ്യരുത്. പൊതുജനങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സംഘടനയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാട്ടുകാരെ കബളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കളിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അഴിമതി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിലുപരി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും അന്വേഷിക്കുകയോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കബളിപ്പിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും സ്ഥാപനങ്ങളും എല്ലാം ഗവൺമെൻറ്റിലേക്കോ അല്ലെങ്കിൽ സമമായിട്ടുള്ള മറ്റൊരു പബ്ലിക് ഓർഗനൈസേഷനിലേക്കോ പോകേണ്ടതാണ്. നാട്ടുകാർ ഇത് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ തട്ടിപ്പ് ഒരു വലിയ തട്ടിപ്പായി പിൻതലമുറക്കാരും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററസി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്റ്റിൽ മാറ്റം വരുത്തുക, ഇൻഡിവിജ്വലായി കൊണ്ടുപോകാൻ കഴിയുന്ന ആ രീതിയിലുള്ള ആ രൂപീകരണം മാറ്റി ഗവൺമെൻറ്റിൻ്റെ
വ്യക്തികൾ കൂടി ഈ സംഘടനയുടെ കമ്മിറ്റിയിൽ വരണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള അഴിമതികളാണ് ഇതിൽ നടക്കുന്നത്. കമ്മിറ്റിയിൽ അവരെടുക്കുന്ന 7, 10, 11 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ വാർഡ് മെമ്പർ ഉൾപ്പെടണം, നിർബന്ധമാണ്. പഞ്ചായത്തിൽ ആരെങ്കിലും ഉൾപ്പെടണം. ഗവൺമെൻറ് ഒരു സ്റ്റാഫ് 3 പേരെങ്കിലും ഉൾപ്പെടണം. ഈ വർഷാവർഷം പുതുക്കുമ്പോൾ ഇനിയെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ തട്ടിയെടുത്തവർക്ക് ഒരു മനസാക്ഷിയുമില്ല, മനസ്താവുമില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് പൊതുജനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ട ഒരു സംഘടനയാണ്. ഞാനിതിനെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് സ്വയം ചിന്തിക്കാനുള്ള കഴിവ്, മനസാക്ഷി ആ സ്ഥാപകർക്കില്ല. കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വിവിധ തരം ഏജൻസികളിൽ നിന്നും സമ്പാദിച്ച് കാലാകാലം പാരമ്പര്യമായിട്ട് അധ്വാനിക്കാതെ തട്ടിപ്പിലൂടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പാരമ്പര്യമായിട്ട് വച്ച് ജീവിക്കാൻ ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഗവൺമെൻറ്റേതായ തെറ്റായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കണോ എന്ന് നാട്ടുകാർ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് അതിനെ തിരുത്തിക്കുക. അത്തരത്തിൽ തട്ടിയെടുത്ത സമ്പാദ്യങ്ങൾ ജനങ്ങളുടേതായ സ്വത്താണ്. ഗവൺമെൻറ് ഫണ്ടെന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങളുടേതാണ്. വിദേശ ഏജൻസികളെയും പലരെയും പറ്റിച്ച് അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ജനകീയ കമ്മിറ്റിയാണെന്ന്. അല്ല, ആ വ്യക്തിക്ക് സ്വാധീനമുള്ളവരോ ബന്ധുക്കളോ സ്വന്തക്കാരോ വേണ്ടത്തക്കവരോ ആരെങ്കിലും ചേർത്ത് മിനിസ്റ്ററി കൊണ്ട് കൊടുക്കുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നവർ. അത്തരത്തിലൊരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം ദയവായി അന്വേഷിക്കുക, ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇത്തരത്തിലൊരു അഴിമതി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അത് ഭാവി തലമുറകൾക്ക് ബാധകമായി മാറും. പൊതുവക സ്വത്ത് അത് ഒരു വ്യക്തിയിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് തെറ്റായ രീതിയാണ്. തെറ്റും ശരിയും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. കുറച്ചും കൂടി വിശദമായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് അയക്കാം.